ഹേ ഗായ്സ്, ഇറ്റ്സ് മീ AK. നമ്മളപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോവാണ് കുറേ ദിവസത്തിന് ശേഷം. പിന്നെ നാട്ടിലേക്ക് പോകണതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് നല്ല വിശേഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഏകദേശം ആലപ്പുഴ ഹൈവേ ഒക്കെ കഴിഞ്ഞു. കുറച്ച് ദൂരം ഫ്രണ്ടിൽ പോകുമ്പോൾ ഈ വണ്ടിക്കാരനല്ലേ മീൻ കൊണ്ടുപോകണമാണ്. അതിന് ഒരുപാട് ആ മീനിൻ്റെ വെള്ളം അങ്ങനെ നമ്മുടെ മേലോട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. നമുക്കായാലും ബാക്കിൽ വരുന്നവരെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാക്കും. പക്ഷെ ഞാൻ കുറച്ച് നേരമൊക്കെ ബാക്കിൽ പോയി പറയാൻ നിന്നില്ല. പിന്നെ അയാളെ ചത്ത പോലെ പോകുന്നത്. എന്തായാലും ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവ രീതിയിൽ വണ്ടി ഓടിച്ച് പോകരുത്. ഇങ്ങനെ മീൻ നോക്കിയിട്ട് അതെന്താ പോകണം നോക്കി വെട്ടിച്ച് തിരിച്ചൊക്കെയാണ് പോകുന്നത്. സുഖേസ്, അപ്പം നമ്മളപ്പോൾ മണ്ണൂത്തിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പിന്നെയും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ ദൂരങ്ങളും കിലോമീറ്ററുകളും കഴിഞ്ഞ് നമ്മുടെ പാലക്കാട്ടിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് തൃശ്ശൂർ ടു പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളും പ്രത്യേകിച്ച് ഒരു ഭംഗി തന്നെ. അടുത്ത 1-2 വീഡിയോയിൽ പറ്റുമ്പോൾ ഞാൻ തമിഴിൽ സംസാരിക്കണം. എനിക്ക് തമിഴ് സംസാരിക്കണം നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പാണ് ഈ റോഡ് വഴി വന്നത്. അന്നൊക്കെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് പണിക്ക് ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കാം, ക്ലിയർ ആയെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഏകദേശം കുതിരാൻ ഭാഗം എത്താനായിട്ടുണ്ട് കേട്ടോ. കുതിരാനെത്തിയ ആ ഒരു കാഴ്ച കൂടെ നിങ്ങൾക്ക് കാണിച്ച് ഞാൻ വേണമെങ്കിൽ കുറച്ച് തമിഴ് സംസാരിക്കാം കേട്ടോ. തമിഴ് കുറച്ചുകൂടെ സംസാരിക്കാം. വെയ്ക്കരും അங்கே பாருங்க இங்கே பாருங்க நிறைய ஏதோதுக்கு இருக்குங்க அப்புறத்து நேராக போனால் நம்ம பாலக்காடு வந்து சேர்ந்துடும். நாம் இப்போ ஏற போகிறது ஒரு വലിയ குகைக்குள்ளில். இதெல்லாம் தாண்டி தான் நம்ம குகைக்குள்ளே போகணும். ஆஹா, என்ன அருமையான ரோடு. இந்த ரோடு எவ்வளோ வாட்டி போனாலும் என்ன சூப்பராக இருக்கும் தெரியுமா. எனக்கு இந்த வழி எவ்வளோ வாட்டி வந்தாலும் நல்லாவா பிடிக்கும், பிடிக்காமே இருக்காது. அவ்வளோ நல்ல ரூட்டு, நல்ல கிளைமேட்டு. ஆனால் இப்போ கொஞ்சம் வெயில் இருக்குது. സ്റ്റിൽ ഗൈസ്, എന്നെ കൊല്ലരുത്, എൻ്റെ തമിഴ് അലമ്പാണ്, വഴിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്താണ് കേട്ടോ. അങ്ങനെ നമുക്കറിയാം തമിഴ്നാടൊക്കെ പഠിച്ചത്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നാമ ഇപ്പോൾ சேரப்போகிறது இல்லை வரப்போகிறது நம்ம இந்த டனலுக்குள்ளே கயறி போகுது. அதுதான் கேரளாவில் ஃபஸ்ட்டு பெரிய டனல், തൃശ്ശൂർ പാലക്കാട് ബോർഡർ ചേർത്ത് വെക്കുന്ന ടണൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ടണലൊക്കെ എത്തി. നമ്മുടെ ജീവിതമില്ലേ ചിലപ്പോൾ ഇതുപോലൊരു ഇരുട്ടുള്ളൊരു ഗുഹയ്ക്കുള്ളിൽ ആയിരിക്കും. ചിലപ്പോൾ കുറേ കഠിനമായ പ്രയത്നങ്ങളും പ്രശ്നങ്ങളും ഓരോ ഒക്കെ ഇങ്ങനെ പോകണ്ടാവും കേട്ടോ. നമ്മൾ എത്ര ബുദ്ധിമുട്ടായാലും കഷ്ടപ്പാടാലും നമ്മളത് മാക്സിമം ഈ ഗുഹയിനുള്ളിൽ വെളിക്ക് ഇറങ്ങാൻ ശ്രമിക്കും. അതായത് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും, സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യണം, എല്ലാം ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ആക്ച്വലി ജീവിതം ഒരു സിംഗിൾ പാത്തിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കരുത്. ഇതിന്നും വെളിച്ചത്തിലേക്ക് വരണം നമ്മൾ. അതായത് ചെറിയൊരു താഴ്ന്ന് നിൽക്കുന്ന സ്റ്റേജിൽ നിന്നാണ് നമ്മളൊരു മുകളിലേക്ക് വരാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ഗുഹ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടണൽ. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ട്രാവൽ ചെയ്യാൻ പഠിക്കുക, നമ്മൾ പലതും ചെയ്യാൻ പഠിക്കുക, ഇഷ്ടപ്പെട്ട രീതിയിൽ പോവുക, നടക്കുക, യാത്രകൾ ചെയ്യുക, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ കുറച്ച് നാൾ ഇരുണ്ടിരുന്ന ലൈഫിൽ നിന്നും നമ്മളൊരു വെളിച്ചത്തേക്ക് വരുന്നു. ബൈക്കിലാണിത്, പക്ഷേ ഇതൊരു ജീവിതമായി സാമ്യപ്പെടുത്തിയാണ് ഞാൻ. ജസ്റ്റ് അപ്പോൾ വീട്ടിൽ വന്നു ഒരു ബിരിയാണിയും ചില്ലിയൊക്കെ മേടിച്ച് ഞാൻ കഴിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ.